കക്കാറിച്ചി ഉണ്ടല്ലോ, മീറ്റ് മസാല ചേർത്ത് ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കണേ. കക്കാറിച്ചി ഉണ്ടല്ലോ, വൃത്തിയാക്കിയിട്ട് ഒരു 5-6 പ്രാവശ്യം നല്ലതുപോലെ കഴുകിയെടുക്കണം. അതിനകത്ത് ചെറിയ മണൽത്തിരികളൊക്കെ ഉണ്ടാവും. അത് നല്ലതുപോലെ പോകണമെങ്കിൽ അതൊന്നൊരു 5-6 പ്രാവശ്യം നല്ലതുപോലെ കഴുകിയെടുക്കണം. ഈ വൃത്തിയാക്കിയെടുത്ത കക്കാറിച്ചി ഉണ്ടല്ലോ, നമുക്കൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/2 ടേബിൾ സ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കുക. തിളപ്പിച്ചെടുക്കുമ്പോൾ കക്കാറിച്ചി നല്ലതുപോലെ വെന്ത് കിട്ടും. എന്നിട്ട് നമുക്കതൊന്ന് ഊറ്റിയെടുക്കാം. അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞ് ഊറ്റിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് ചേർക്കാനായിട്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 5-6 അല്ലി വെളുത്തുള്ളിയും കൂടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്കൊരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 കപ്പ് തേങ്ങാക്കൊത്ത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതുകൂടെ ചേർത്ത് കൊടുത്തൊന്ന് മൂപ്പിക്കാം. പിന്നെ വേണ്ടതുണ്ടല്ലോ, 2 സവോളയാണ്. അത് പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്ക് അതുകൂടെ ചേർത്ത് കൊടുത്ത് അതൊന്ന് വഴറ്റിയെടുക്കാം. സവാളയൊക്കെ നല്ലതുപോലെ വഴന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ മീറ്റ് മസാല ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് അത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. പൊടിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ വേവിച്ചൂറ്റി വെച്ചിരിക്കുന്ന കക്കാറിച്ചി ചേർത്ത് കൊടുക്കാം. നമ്മൾ ആദ്യം വേവിച്ചപ്പോൾ അതിന് ഉപ്പൊക്കെ ചേർത്താണ് വേവിച്ചത്. അതുകൊണ്ട് ഉപ്പ് നോക്കി ആവശ്യമെങ്കിൽ മാത്രം ഉപ്പ് ചേർക്കുക. അത് ഒരു 5 മിനിറ്റ് നല്ലതുപോലെ ഇളക്കി അത് ഉപയോഗിക്കാം. എല്ലാവർക്കും ഇഷ്ടമായി വരുന്നു. താങ്ക് യു.